ഒരു കൊതുക് നിങ്ങളുടെ ചെവിക്കുള്ളിൽ കുടുങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചെവിക്കനാൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയായതുകൊണ്ട് അകത്തുപെടുന്ന കൊതുകിന് പെട്ടെന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. രക്ഷപ്പെടാനുള്ള പരിഭ്രാന്തിയിൽ അത് ചിറകടിച്ചു പറക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചിറകുകൾ നിങ്ങളുടെ കർണപടത്തിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കർണപടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിറകടി ശബ്ദം ഒരു വലിയ ചെയിൻസോയുടെ ശബ്ദം പോലെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ കേൾക്കുക. കൊതുക് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിന്റെ കൂർത്ത കാലുകൾ ചെവിക്കുള്ളിലെ നേർത്ത ചർമ്മത്തിൽ ഉരഞ്ഞ് കടുത്ത വേദനയും വീക്കവും ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിൽ കൊതുകിനെ പുറത്തെടുക്കാൻ നിങ്ങൾ ഒരു പക്ഷേ ബഡ്സ് ഉപയോഗിച്ചേക്കാം. പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത്. ബഡ്സ് ഉപയോഗിക്കുന്നത് കൊതുകിനെ കൂടുതൽ ഉള്ളിലേക്ക് തള്ളിവിടുകയേ ഉള്ളൂ. കൊതുക് ചതഞ്ഞ് ബാക്ടീരിയകൾ പുറത്തു വരാനോ ഈ കൊതുക് കർണപടത്തിൽ ചെന്ന് ഇടിച്ചു തുള വീഴാനോ കാരണമാകും. നിങ്ങളുടെ കേൾവിശക്തിയെ എപ്പോഴായി ഇല്ലാതാക്കിയേക്കാം. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഒരു വശത്തേക്ക് ചരിച്ചു പിടിച്ച് ഒലീവ് ഓയിലോ മിനറൽ ഓയിലോ ചെവിയിലേക്ക് ഒഴിക്കാനാണ്. കൊതുകിന്റെ ശ്വാസം മുട്ടിക്കുകയും ദാരുണമായ ശബ്ദം അവസാനിപ്പിക്കുകയും ചെയ്യും. കൊതുക് എണ്ണയോടൊപ്പം തനിയെ പുറത്തേക്ക് ഒഴുകി വരികയും ചെയ്യും.